നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ പറഞ്ഞത് ശരിയാ. മെത്തയുടെ അടിയിൽ നിന്ന് ദക്ഷ അത് കണ്ടുപിടിച്ച ദിനേശങ്ങൾ സ്ഥലം വിട്ടു പോകേണ്ടി വരും. അങ്കിള് പണ്ട് ഇതുപോലെ ആർക്കെങ്കിലും പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരും അറിയാതെ വേഗം ചെന്ന് അത് വെച്ച മെത്ത പൊക്കി നോക്കുന്നത് നന്നായിരിക്കും. മംഗലശ്ശേരിയിൽ എല്ലാ മുറികളുടെയും മെത്ത പൊക്കി നോക്കേണ്ട അവസ്ഥയായല്ലോ ദൈവമേ. ഞാൻ അങ്ങനെ ഒരാൾക്കിട്ട് പണി കൊടുത്താലോ ഒന്ന് പണ്ട് ഓർക്കാതിരുന്നില്ല. അതാർക്കാണെന്ന് ഞങ്ങൾക്കറിയാം. കവിത പച്ചിക്കല്ലേ? അതേടാ. പക്ഷെ ഒരു കൂടോത്രവും കവിതയുടെ അടുത്ത് ഭരിക്കില്ല. അതിനേക്കാൾ വിഷം അവൾക്ക്. അതുകൊണ്ടാ അതിനുവേണ്ടി കാശ് മുടക്കണ്ടെന്ന് കരുതിയത്. വല്യേച്ചി പോലും ഇപ്പോ അമ്മുന്റെ വശീകരണത്തിൽ വീണു കഴിഞ്ഞു. ആ പെണ്ണിനെ കൊന്നുകളയാനുള്ള കലിയുമായിട്ട് നടന്ന വല്യേച്ചിക്ക് എങ്ങനെ അവളെ മോളെ എന്ന് വിളിക്കാൻ കഴിയുന്നു എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്തത്. ആളുകളെ വശീകരിക്കുന്ന വല്ല മരുന്നും അവള് വല്യേച്ചിക്ക് കൊടുത്തോന്നാ എന്റെ സംശയം. ആ ചിരിക്കൊന്നും വേണ്ട. ദേ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയാൽ എന്താ സംശയം? കണ്ണി കാണുന്നതാണല്ലോ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ സഞ്ജുവിനെ അവളെ ഒന്നിച്ച് ഏതോ ക്ഷേത്രത്തില് പൂജയ്ക്കൊക്കെ പറഞ്ഞു വിടുവോ? രണ്ടും കൂടി മടങ്ങി വന്നത് പിറ്റേ ദിവസവും. അതിന് പറയാനൊരു കഥയും. എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്തു. റോഡിൽ തളർന്നു കിടന്ന ഏതോ ഒരു വൃദ്ധയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിചരിച്ച കഥ. ചിലപ്പോ അത് സത്യമാവാ. അമ്മൂന് സഞ്ജുവിന്റെ കൂടെ ജീവിക്കാൻ മോഹമില്ലെന്ന് തെളിഞ്ഞതല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പ്രഭയുടെ മുമ്പിൽ അവൾ ആത്മഹത്യാ ഭീഷണി മുഴക്കില്ല. എല്ലാവരും കൂടി അവളുടെയും സഞ്ജുവിന്റെ വിവാഹം നടത്തുമായിരുന്നു. എന്നിട്ട് എന്തായി? അത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. ശ്രീകുട്ടി സഞ്ജനയുടെ പേര് പറഞ്ഞിട്ട് ആരെങ്കിലും അത് ചെവിക്കൊണ്ടോ? സഞ്ജനയെ സൂയിസൈഡ് അറ്റംപ്റ്റിൽ അതുകൊണ്ട് എത്തിച്ചില്ലേ? സഞ്ജുവിന്റെ വിവാഹത്തെ പറ്റിയുള്ള ചർച്ചകളൊന്നും ഇപ്പൊ മംഗലശ്ശേരി നടക്കുന്നില്ലേ? അതിനെല്ലാം അമ്മു തടയിട്ടുകൊണ്ടിരിക്കല്ലേ? ദൈവം ശ്രീകുട്ടിയെ നാളെ നടത്തിച്ചു കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സഞ്ജുവിനോട് മറുത്തൊന്ന് പറയോ? അതാ അവള് കാണിക്കുന്ന ബുദ്ധി. സഞ്ജുവിന്റെ വിവാഹം അനന്തമായി നീട്ടിക്കൊണ്ടു പോവാനുള്ള തന്ത്രവാ ആ പെണ്ണിന്റേത്. ശ്രീകുട്ടിയുടെ കാലുകൾ കൂടി മുറിച്ചു മാറ്റിയാൽ മംഗലശ്ശേരിക്കാരെല്ലാം സഞ്ജുവിന്റെ കൂടെ ജീവിക്കാൻ അമ്മുവിന്റെ മുന്നിൽ യാചിക്കുന്ന നിലയിലെത്തും. അതിലേക്കുള്ള ചരടുവലി അവള് നടത്തുന്നത്. ഇതിലിപ്പോ ഞാനെന്തു പറയാനാ? ഏതോ ഒരു പെണ്ണ് അടുക്കള പണിക്കാരിയായി വന്നതേ ഉള്ളൂ. ഇപ്പൊ ആ പെണ്ണിന്റെ വരുതിയിലായി ഒരു കുടുംബം. അതിനുള്ള വളർച്ചയൊക്കെ ഇപ്പൊ അവൾക്കുണ്ടായി കഴിഞ്ഞു. ചുരുക്കത്തിൽ ശ്രീദേവിയുടെ പിന്തുടർച്ചക്കാരിയായി അമ്മു വാഴും. എന്റെ ചുവടുകൾ പിഴച്ചു തുടങ്ങി ഗൗതം. ഞാനിത് വളരെ സീരിയസ് ആയിട്ടാ ഗൗതം പറയുന്നേ. നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അവളെ കൊന്നുകളയാൻ നമ്മൾ എന്തൊക്കെ ചെയ്തു. എന്നിട്ട് അവളുടെ ദേഹത്തൊരു പോറൽ പോലും വീഴ്ത്താൻ നമുക്ക് സാധിച്ചോ? കവിത പറയുന്നത് സത്യം തന്നെയാ. അവളെ ഏതു വഴിക്കും അവിടുന്ന് പുറത്താക്കണം. അത് നടക്കില്ല. ഗൗതം ആ വഴിക്ക് ചിന്തിക്കാൻ വേണ്ട. വേണ്ടത് ഇനിയും വൈകിപ്പിക്കാതെ സഞ്ജനെ മംഗലശ്ശേരിയിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാ. അതിന് ഗൗരിക്ക് കഴിയും. ഒളിച്ചുകളി നിർത്തി പുറത്തു വരാൻ ഗൗതം ഗൗരിയോട് പറ. അതിന് കഴിയില്ലെങ്കിൽ മോളെയും കൊണ്ട് വന്ന വഴിക്ക് പോവാനും പറ. മംഗലശ്ശേരി ഒന്ന് ആടി ഉലയട്ടെ. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന പൂരം അത് തന്നെയാ. 2 മണിയോടെ ശാസ്ത്രികൾ എത്താമെന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം വരട്ടെ. മോളെ ചെയറിലിരുത്തിയോ? സഞ്ജു നിർബന്ധിച്ചത് കൊണ്ടിരുന്നതാ അച്ഛാ. ഇന്നൊരു സന്തോഷമുള്ള ദിവസമല്ലേ?
ശ്രീകുട്ടി എല്ലാവരുടെയും കൂടി ഇരിക്കട്ടെ. നീ എന്താ ഇത്ര താമസിച്ചത്? അതിനാരും കഴിച്ചു തുടങ്ങിയില്ലല്ലോ. വല്യേച്ചിയും ശ്രീദേവി ഏട്ടത്തി കൂടെ ഇരിക്കുക. ഞങ്ങൾ ഇരിക്കാം, ഒന്ന് വിളമ്പിക്കോട്ടെ. അമ്മ എവിടെ? അവള് പായസം എടുക്കുക. ഓ, ഇന്ന് അമ്മുവിന്റെ വക സ്പെഷ്യൽ പായസം ഉണ്ടോ? പായസത്തിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് പായസക്കൊതിയൻ സച്ചിയെ ഓർമ്മ വരുന്നത്. സച്ചി നമ്മളെയൊക്കെ മറന്നു. എന്നെ ഒന്ന് കാണാൻ പോലും വന്നില്ല. അവൻ എല്ലാ വിവരങ്ങളും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരാത്തതിനുള്ള കാരണം നിനക്കറിയാലോ. രാജുടാ, ഇതങ്ങോട്ട് വെക്കട്ടെ. അങ്ങോട്ട് വെക്കുമോ? വാ മോളെ, നീ ഇരിക്കേ. ഞാൻ പിന്നെ കഴിച്ചോളാമേ. ഇനി എപ്പോ കഴിക്കാനാ? നീ അങ്ങോട്ട് ഇരിക്കാമോ? അമ്മു ഇരിക്കേ. ഇരിക്കാമോ, ഞാൻ വിളമ്പിക്കോളാം. ഇങ്ങോട്ട് വാ മോളെ. ദാ ഇവിടെ വന്നിരുന്നേ. ഇവിടെ ഇരിക്കേ. അമ്മമാരുടെ സ്നേഹം കണ്ട വാരിക്കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടല്ലോ. അങ്ങനാണെങ്കിൽ പ്ലേറ്റ് വേണ്ട, ഞാൻ എന്റെ മോക്ക് വാരി കൊടുക്കുന്നതേ ഉള്ളൂ. എന്റെ മോക്ക് ചോറ് കൊടുക്കാൻ ഞാൻ എന്തിനു മടിക്കണം? അതിവിടെ ആർക്കാ സഹിക്കാൻ കഴിയാത്തെന്ന് ഞാനൊന്ന് കാണട്ടെ. ഞാൻ തരുന്നതേ അമ്മയുടെ അമ്മുമോക്ക. കഴിച്ചോ, അമ്മയെ വിഷമിപ്പിക്കാതെ. അമ്മമ്മോള് പോയതിനു ശേഷം കാഞ്ചന ഇത്ര സന്തോഷത്തോടെ ഞാൻ കാണുന്നത് ആദ്യം. ഇനി അമ്മ തരാം. എന്റെ ദൈവമേ, ഇപ്പൊ ഞാൻ ഔട്ടായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.